അഗ്നിപരീക്ഷയ്ക്കൊരുങ്ങി ടീം ഇന്ത്യ. കാത്തിരിക്കുന്നത് മരണ ഗ്രൂപ്പാണ്. ലോകകപ്പ് ആവേശം സൂപ്പർ 8ലേക്ക് കടക്കുമ്പോൾ ക്രിക്കറ്റ് ലോകം ഉറ്റുനോക്കുന്നത് ഗ്രൂപ്പ് 1ലെ തീപ്പാറും പോരാട്ടങ്ങളിലേക്കാണ്. കിരീടമോഹവുമായി ഇറങ്ങുന്ന ഇന്ത്യക്ക് മുന്നിലുള്ളത് വമ്പൻ സ്രാവുകളാണ്. ക്രിക്കറ്റ് മൈതാനങ്ങളിൽ ആവേശം കൊടിമുടി കയറുകയാണ്. പ്രാഥമിക റൗണ്ടിലെ എളുപ്പമുള്ള വിജയങ്ങൾക്കും സന്നാഹ മത്സരങ്ങൾക്കും ഇനി വിരാമമാണ്. ICCയുടെ സീഡിംഗ് പ്രകാരം സൂപ്പർ 8 ഗ്രൂപ്പുകൾ പ്രഖ്യാപിച്ചപ്പോൾ ആരാധകരുടെ നെഞ്ചിടിപ്പേറുന്ന കാഴ്ചയാണ് കാണാനായത്. ഗ്രൂപ്പ് ഓഫ് ഡെത്ത് അഥവാ മരണ ഗ്രൂപ്പ് എന്നാണ് വിശേഷിപ്പിക്കുന്നത് ഗ്രൂപ്പ് 1നെ. എന്തുകൊണ്ടാണ് ഈ ഗ്രൂപ്പ് മരണ ഗ്രൂപ്പായത്? ടൂർണമെന്റിലെ ഫേവറേറ്റുകൾ എന്ന് പറയാവുന്ന 4 ടീമുകളും ഒരേ ഗ്രൂപ്പിൽ വരുന്നു എന്നതാണ് ഗ്രൂപ്പ് 1നെ ഭയപ്പെടുത്തുന്നത്. ഇവിടെ ഒരു ചെറിയ പിഴവ് പോലും ടീമുകളുടെ സെമി ഫൈനൽ സ്വപ്നങ്ങളെ തകർത്തേക്കാം. ഗ്രൂപ്പ് 1ൽ ഇന്ത്യ, സിംബാബ്വെ, വെസ്റ്റ് ഇൻഡീസ്, ദക്ഷിണാഫ്രിക്ക. ഇതാണ് ഈ ഗ്രൂപ്പ്. ഈ പട്ടികയിലേക്കൊന്ന് കണ്ണോടിച്ചാൽ തന്നെ പോരാട്ടത്തിന്റെ ചൂടെന്താണെന്ന് മനസ്സിലാകും. ഇന്ത്യ ആകട്ടെ ബൗളിങ്ങിലും ബാറ്റിങ്ങിലും സന്തുലിതമായ ടീമാണ്. സൂര്യകുമാർ യാദവിന്റെ നേതൃത്വത്തിലുള്ള സംഘം കിരീടം ലക്ഷ്യമിടുമ്പോൾ ഈ ഗ്രൂപ്പിലെ ഓരോ മത്സരവും അവർക്ക് ഫൈനലിന് തുല്യമായിരിക്കും. അടുത്തത് സിംബാബ്വെ. ICC ടൂർണമെന്റുകളിൽ സിംബാബ്വെയെ പോലെ അപകടകാരികളായ അട്ടിമറി വിജയമൊരുക്കുന്ന മറ്റൊരു ടീമില്ല. വലിയ മത്സരങ്ങളിലെ സമ്മർദ്ദത്തെ അതിജീവിക്കാനുള്ള അവരുടെ കഴിവ് ഇന്ത്യക്ക് വലിയ വെല്ലുവിളി തന്നെയാണ്. ഇനി വെസ്റ്റ് ഇൻഡീസ്. T20 ഫോർമാറ്റിലെ രാജാക്കന്മാരാണ് വെസ്റ്റ് ഇൻഡീസ്. വമ്പൻ ഷോട്ടുകൾക്ക് കെൽപ്പുള്ള പവർ ഹിറ്റർമാരുടെ നിരയാണ് വിൻഡീസിന്റെ കരുത്ത്. ഏത് സ്കോറും മറികടക്കാൻ ഇവർക്ക് സാധിക്കും. ഇനി ദക്ഷിണാഫ്രിക്ക. എന്നും മികച്ച ടീമായിരുന്നിട്ടും നിർഭാഗ്യം കൊണ്ട് കിരീടം അകന്നു നിൽക്കുന്നവർ. എന്നാൽ ഇത്തവണ ഏത് വമ്പന്മാരെയും വീഴ്ത്താനുള്ള പേസ് സ്പിൻ കരുത്തുമായിട്ടാണ് പ്രോട്ടീസ് എത്തുന്നത്. മറുവശത്ത് ഗ്രൂപ്പ് 2 മോശമല്ല. എന്നാൽ ഗ്രൂപ്പ് 1നെ അപേക്ഷിച്ച് ശക്തി സന്തുലിതത്തിൽ അല്പം വ്യത്യാസമുണ്ട്. ഗ്രൂപ്പ് 2ലാകട്ടെ ഇംഗ്ലണ്ടും, ന്യൂസിലാൻഡും, പാകിസ്ഥാനും, ശ്രീലങ്കയും. ഇംഗ്ലണ്ടും സ്ഥിരതയാർന്ന പ്രകടനം കാഴ്ചവെക്കുന്ന ന്യൂസിലാൻഡും ഒരു വശത്ത്, മറുവശത്ത് പ്രവചനാതീതമായ പാകിസ്ഥാനും അട്ടിമറികൾക്ക് കെൽപ്പുള്ള ശ്രീലങ്കയും. ഏഷ്യൻ സാഹചര്യങ്ങളിൽ പാകിസ്ഥാനും ശ്രീലങ്കയ്ക്കും മുൻതൂക്കം ലഭിച്ചേക്കാമെങ്കിലും ഇംഗ്ലണ്ടിന്റെ ആക്രമണങ്ങളും ക്രിക്കറ്റിനെ തളക്കുക എളുപ്പമില്ല. ഇന്ത്യയുടെ തന്ത്രങ്ങൾ എന്താവണം? മരണ ഗ്രൂപ്പിൽ നിന്ന് രക്ഷപ്പെട്ട് സെമിയിലേക്ക് കടക്കാൻ ഇന്ത്യക്ക് അസാധാരണമായ മികവ് പുറത്തെടുക്കേണ്ടി വരും. സിംബാബ്വെക്കെതിരെ മാനസികമായ ആധിപത്യം സ്ഥാപിക്കുകയാണ് പ്രധാനം. തുടക്കത്തിലെ വിക്കറ്റുകൾ വീഴ്ത്തി സിംബാബ്വെയെ സമ്മർദ്ദത്തിലാക്കണം. വെസ്റ്റ് ഇൻഡീസിനെതിരെ പവർ പ്ലേ ഓവറുകളിലെ നിയന്ത്രണവും സ്പിന്നർമാരുടെ പ്രകടനവും നിർണായകമാകും. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ അവരുടെ പേസ് ആക്രമണത്തെ സൂക്ഷ്മതയോടെ നേരിടുകയും അവസാന ഓവറുകളിൽ റൺസ് വിട്ടുകൊടുക്കാതിരിക്കാൻ ശ്രമിക്കുകയും വേണം. വിധി നിർണായകമായ ദിനങ്ങളാണ്. സൂപ്പർ 8 മത്സരങ്ങൾ വെറും മത്സരമല്ല, മറിച്ച് അഭിമാന പോരാട്ടമാണ്. പേപ്പറിൽ ആർക്കാണ് കരുത്ത് എന്നതിലുപരി കളിക്കളത്തിൽ ആര് സമ്മർദ്ദത്തെ അതിജീവിക്കുന്നുവോ അവരായിരിക്കും വിജയികൾ. ഇന്ത്യൻ ആരാധകർക്ക് വരാനിരിക്കുന്നത് ഉറക്കമില്ലാത്ത രാത്രികളാണ്. ഈ അഗ്നിപരീക്ഷ അതിജീവിക്കുമോ? നീലപ്പട കിരീടത്തിലേക്ക് അടുക്കുമോ? കാത്തിരുന്ന് കാണാം.